ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വൈഷ്ണാസ് വിദ്യാലയ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 8ൻ്റെ ഹിന്ദി രണ്ടാമത്തെ യൂണിറ്റിലെ ഒരു കഹാനിയാണ്, ഒരു കഥയാണ്. കഥയുടെ പേര് ഹാച്ചി കി കഹാനി. ഗീത് ചതുർവേദിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഹാച്ചി എന്ന് പറയുന്നത് ഒരു ഡോഗാണ്. അപ്പോൾ ഹാച്ചി എന്ന് പറയുന്ന ഡോഗിൻ്റെ കഹാനി, അതിൻ്റെ ഒരു സ്റ്റോറിയാണ് ഈ ഒരു കഥയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 1923 का समय. അപ്പം 1923 നടക്കുന്ന ഒരു കഥയാണ് കേട്ടോ ഇത്. जापान की राजधानी टोक्यो में सड़क पर टहलते प्रोफेसर यूएनओ को कुत्ते का एक पिल्ला मिलता है. അപ്പോൾ 1923 ഈ ഒരു സമയത്ത് ജപ്പാനിലെ രാജധാനി എന്ന് പറയുന്ന തലസ്ഥാനം, ജപ്പാൻ്റെ തലസ്ഥാനം ആയ ടോക്കിയോയിൽ സടക്ക് എന്ന് പറഞ്ഞാൽ റോഡിലൂടെ ടഹൽത്തെ പ്രൊഫസർ, റോഡിലൂടെ സ്ലോ ആയിട്ട് അല്ലെങ്കിൽ നടന്നു പോകുന്ന ഒരു പ്രൊഫസർ യുഎൻഒ. പ്രൊഫസറിൻ്റെ പേരാണ് യുഎൻഒ. ഇദ്ദേഹത്തിന് ഒരു കുത്തേക്ക പില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിക്കുഞ്ഞിനെ കിട്ടുന്നു. അപ്പോൾ പട്ടിയുടെ ഒരു കുഞ്ഞിനെ കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് ജപ്പാൻ്റെ തലസ്ഥാനമായ ടോക്കിയോയുടെ നഗരത്തിലൂടെ നടന്നു പോകുന്ന യുഎൻഒക്ക് ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയെ കിട്ടിയിരിക്കുന്നു. അക്കിത നസ്ല് ക ഏക്ക് ഷാൻദാർ പില്ല. അക്കിത എന്ന് പറയുന്ന വംശത്തിൽപ്പെട്ട, നസ്ല എന്ന് പറയുന്നത് വംശം, അക്കിത എന്ന് പറയുന്ന വംശത്തിലുള്ള ഏക്ക് ഷാൻദാർ ഒരു വലിയ പില്ല, ഒരു പട്ടിക്കുട്ടീനെയാണ് കിട്ടിയിരിക്കുന്നത്. ജിസ്കി ഗലേപ്പർ, അതിൻ്റെ ഗലയെന്ന് പറയുന്നത് കഴുത്തിൽ, പട്ട ബാന്ദ് ഹേ, പട്ട എന്ന് പറയുന്ന ഒരു ബെൽറ്റ്. അപ്പോൾ ബെൽറ്റ് ബാന്താഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടിയിരിക്കുന്നു. അപ്പം അതിൻ്റെ കഴുത്തിൽ എന്തുണ്ട്? ആ പട്ടിക്കുഞ്ഞിൻ്റെ കഴുത്തിൽ ഒരു ബെൽറ്റൊക്കെ ഉണ്ട്. ഉസ്പർ ലിഖാഹെ, അതിൽ എഴുതിയിരിക്കുന്നത് ഹാച്ചി. അപ്പോൾ അതിൽ ആ പട്ടിക്കുട്ടിയുടെ പേര് എഴുതിയിരിക്കുന്നത് ഹാച്ചി എന്നാണ്. ജപ്പാനി ഭാഷാമേ ഹാച്ചി ക അർത്ഥ ഹോത്താ ഹെ ആട്ട്. അപ്പോൾ ജപ്പാനി ഭാഷയിൽ ഹാച്ചി എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആട്ട് എന്നാണ്. ആട്ടെന്ന് പറഞ്ഞാൽ 8 അല്ലെ 8. വഹ് അങ്ക് ജിസെ പൂരാ ജപ്പാൻ ബഹുത്ത് സൗഭാഗ്യശാലി മാനത്താ ഹേ. ആ ഒരു അങ്ക് എന്ന് പറഞ്ഞാൽ നമ്പർ, ആ നമ്പർ പൂരാ ജപ്പാൻ, മുഴുവൻ ജപ്പാനിലുള്ള ആൾക്കാരും വളരെ സൗഭാഗ്യശാലി മാനത്താ ഹേ എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യമുള്ളതായിട്ടാണ് കരുതുന്നത് ആ 8 എന്ന് പറയുന്ന നമ്പർ. ലേക്കിൻ പില്ല ഏസി മസ്ബൂർ ഹാലത്ത് മേൻ താക്കി ലഗെ ഭാഗ്യ കാ മാരാ ഹെ. പക്ഷേ ഈ പട്ടിക്കുഞ്ഞ് ഏസി മസ്ബൂർ, ഏത് അവശതയിൽ, ആ മസ്ബൂർ എന്ന് പറഞ്ഞാൽ അവശതയിൽ ആയിരുന്നെന്ന്, ഹാലത്ത് എന്ന് പറഞ്ഞാൽ അവസ്ഥ. അപ്പോൾ അവസ്ഥ, അതിൻ്റെ പട്ടിക്കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരുന്നു? വളരെ ഭയങ്കര അവശതയിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് റോഡിൽ കളഞ്ഞിട്ടിയ ഒരു പട്ടിയാണ് അല്ലേ. അപ്പോൾ അത് ഭയങ്കര അവസ്ഥ മോശമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ലേക്കിൻ പില്ല ഏസി മസ്ബൂർ ഹാലത്ത് മേ ധാക്കി ലഗെ എന്ന് പറഞ്ഞാൽ തോന്നും. ഭാഗ്യക്ക മാരാ ഹേ, ഭാഗ്യം അതിനില്ല എന്ന് തോന്നും. ഭാഗ്യക്ക മാര എന്ന് പറഞ്ഞാൽ അതിന് ഭാഗ്യമേ ഇല്ല എന്ന് തോന്നും അതിൻ്റെ അവസ്ഥ കണ്ടാൽ എന്ന് ആണ് പറയുന്നത്. അപ്പം ടോക്കിയോയിൽ നഗരത്തിൽ അലഞ്ഞു നടന്ന നമ്മുടെ യുഎൻഒക്ക് ഒരു പട്ടിക്കുഞ്ഞിനെ റോഡിൽ നിന്ന് കിട്ടുന്നു. അതിൻ്റെ ഗലയിൽ, അതിൻ്റെ കഴുത്തിൽ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ആ ബെൽറ്റിൽ എഴുതിയിരുന്നത് ഹാച്ചി എന്ന പേരായിരുന്നു. അപ്പോൾ ഹാച്ചി എന്ന് പറഞ്ഞാൽ ജപ്പാൻ ഭാഷയിൽ 8 എന്നുള്ള നമ്പറായിരുന്നു. അതൊരു ഭാഗ്യമുള്ള നമ്പറായിട്ടാണ് ജപ്പാൻ നിവാസികളെല്ലാം കരുതിയിരുന്നത്. പക്ഷേ അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിന് തോന്നിയത് അതെന്താണ്, അതിന് ഭാഗ്യം ഉണ്ടോയെന്ന് അദ്ദേഹത്തിന് ഡൗട്ട് തോന്നി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രൊഫസറിനെ തയ്ക്കിയ. അപ്പോൾ പ്രൊഫസർ ഇതിനെ കിട്ടിയപ്പോൾ പ്രൊഫസർ എന്ത് ചെയ്തു? തയ്ക്കിയ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു. कि मैं इस कुत्ते के मालिक को गोचूंगा. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പട്ടിക്കുഞ്ഞിൻ്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താൻ എന്താണ് പ്രൊഫസർ തീരുമാനിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പ്രൊഫസറിനെ തയ്ക്കുക, പ്രൊഫസർ തീരുമാനിച്ചു. കി മേ ഇസ് കുത്തേക്ക്, ഞാൻ ഈ പട്ടിക്കുഞ്ഞിൻ്റെ മാലിക്ക് എന്ന് പറഞ്ഞാൽ ഉടമയെ കണ്ടുപിടിക്കും. ഗോജുങ്ക എന്ന് പറഞ്ഞാൽ അന്വേഷിക്കും എന്നുള്ളതാണ്. ജബ് തക്ക് വഹ് നഹി മിലേഗ യഹ് മേരെ സാത്ത് ഹി രഹേഗ. അപ്പം ഈ ഉടമയെ കണ്ടെത്തുന്നത് വരെ ഇവൻ എൻ്റെ കൂടെ തന്നെ കാണും, ഈ ഹാച്ചി എൻ്റെ കൂടെ തന്നെ കാണുമെന്ന് ഇദ്ദേഹം തീരുമാനിച്ചു. ഉസേ സാത്ത് ലേക്കർ, അവനെ
എന്ത് ചെയ്തു, അവനെ കൂടെ കൊണ്ടുപോയി. വഹ റോസ്, എല്ലാ ദിവസവും, റോസ് എന്ന് പറഞ്ഞാൽ ദിവസവും, ഉസ്കെ മാലിക്കോ ഗോജ്നെ, അവൻ്റെ ഉടമയെ കാണാൻ, മാലിക് എന്ന് പറഞ്ഞാൽ ഉടമയെ കാണാൻ വേണ്ടി, അതായത് ഉടമയെ തിരക്കി, ഗോജ്നെ എന്ന് പറഞ്ഞാൽ തിരക്കി ഇവരെല്ലാ ദിവസവും ഇറങ്ങും. നികൽത്തെ എന്ന് പറഞ്ഞാൽ പുറപ്പെടും. ലേക്കിൻ വഹ് കഹീ നഹീ മിലി, പക്ഷേ ആ ഉടമയെ ഒരിക്കലും അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. റോസ് കെ ഇസ് സംഘസാത്ത് കെ കാരൻ, എല്ലാ ദിവസവുമുള്ള ഈ സംഘസാത്ത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ള ഇത് കാരണം, ദോനോ മേ ഏസാ ലഗാവ് ബൻ ഗയ, ഇവരിൽ രണ്ടു പേരിലും ഒരു ലഗാവ് എന്ന് പറഞ്ഞാൽ ഒരു അടുപ്പം ഉണ്ടായി. കി ഹാച്ചി അബ് ഉൻഹികോ അപ്ന മാലിക് മാനെ ലഗ, ഇപ്പോൾ അദ്ദേഹത്തെ തന്നെ എന്താണ് ഒരു ഉടമയായി കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. ഇവർ പരസ്പരം എന്ത് ചെയ്തു, ഇഷ്ടമായതോടെ, ആ ഒരു അടുപ്പമായതോടെ ഉടമയായിട്ട് കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. പ്രൊഫസർ കി പത്നിക്കോ ശുരുമേ ഹാച്ചി പസന്ത് നഹീമായ, പ്രൊഫസറിൻ്റെ ഭാര്യയ്ക്ക് ശുരു എന്ന് പറഞ്ഞ തുടക്കത്തിൽ ഹാച്ചിയെ ഇഷ്ടമല്ലായിരുന്നു. ഹാച്ചി പസന്ത് നഹീമായ, ഇഷ്ടമല്ലായിരുന്നു. ലേക്കിൻ, പക്ഷേ, ഉസ്കി സുന്ദരത, പക്ഷേ പിന്നീട് അവൻ്റെ സുന്ദരതയും അവൻ്റെ ഒരു സൗന്ദര്യവും, और പ്രൊഫസർ കെ പ്രതി ഉൻകെ സ്നേഹം, പ്രൊഫസറിനോടുള്ള ആ ഒരു ഡോഗിൻ്റെ സ്നേഹമൊക്കെ കണ്ടിട്ട് ഉൻകതിൽ പിഗൽ ഗയ, അവരുടെ മനസ്സലിഞ്ഞു എന്നുള്ളതാണ്. അവർക്കും എന്തായി, ഈ പട്ടിക്കുഞ്ഞിനെ ഇഷ്ടമായി. സമയ ബീത്ത ഗയ, ഉൻ ദോനോ കി ദോസ്തി ഗഹരി ഹോത്തി ഗയി, സമയം കടന്നുപോയി, അവർ തമ്മിലുള്ള ആ ഒരു ദോസ്തി, കൂട്ടുകെട്ട് കൂടുതൽ ആഴമുള്ളതായി. ഗഹരി എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡീപ്പായി, ആഴമുള്ളതായി. പ്രൊഫസർ സുബഹ് ട്രെയിൻ പകഡ്കർ ദഫ്തർ ജാത്തെ, അപ്പം പ്രൊഫസർ സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ ട്രെയിനിൽ എന്ത് ചെയ്യും, ദഫ്തർ ജാത്തെ, ദഫ്തർ എന്ന് പറഞ്ഞാൽ ഓഫീസിൽ പോകും. और शाम को ലൗട്ട്കർ ഹാച്ചിക്ക് സാത്ത് കേൾത്തെ, അപ്പം വൈകുന്നേരമാവുമ്പോൾ ലൗട്ട്കർ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും. എന്നിട്ട് ഹാച്ചിയോടൊപ്പം കളിക്കും. ഗേൽത്തെ കളിക്കും. ഏക സുബഹ്, ഒരു ദിവസം, ഒരു രാവിലെ, ഹാച്ചി ഫി പ്രൊഫസർ കെ പീച്ചെ ചലത്താ ഹുവ സ്റ്റേഷൻ പहुंच गया, അപ്പം ഈ ഹാച്ചി എന്താണ്, പ്രൊഫസറിൻ്റെ പുറകെ പോയിട്ട് എന്ത് ചെയ്യും, പീച്ചെ എന്ന് പറഞ്ഞാൽ പുറകെ പോയിട്ട് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. സ്റ്റേഷൻ പहुंच गया, സ്റ്റേഷനിലെത്തി, അതായത് ഈ റെയിൽവേ സ്റ്റേഷനിലെത്തി എന്നുള്ളതാണ്. ഉൻകോ ബഹുത്ത് അജീബ് ലഗ, പക്ഷെ അദ്ദേഹത്തിന് അതൊരു വിചിത്രമായ ഒരു കാര്യമായിട്ട് തോന്നി. അജീബ് എന്ന് പറഞ്ഞാൽ വിചിത്രമായി തോന്നുക. ഉൻഹോനെ സമച്ചാന ചാഹ, അദ്ദേഹം അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു, എന്താണ്, തിരിച്ചു പോകാൻ. ലേക്കിൻ ഹാച്ചി ഗർ ലൗട്ട്നേക്കോ രാസി നഹി ഥ, പക്ഷെ ഹാച്ചിക്ക് വീട്ടിൽ തിരിച്ചു വരണമെന്നുള്ള, ഘർ ലൗട്ട്നേക്കോ, വീട്ടിൽ തിരിച്ചു വരുന്നതെന്നുള്ള രാസി നഹീദ, സമ്മതമില്ലായിരുന്നു. പക്ഷേ എന്താണ്, ഇദ്ദേഹത്തിന് പുറകെ പോകാൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതാണ് പറയുന്നത്. ലേക്കിൻ ഹാച്ചി ഗർ ലൗട്ട്നേക്കോ രാസി നഹി ഥ, ആഖിർ പ്രൊഫസർ ഖുദ് ഉസേ ഘർ തക് ചോഡ്കർ ആയേ, അവസാനം പ്രൊഫസർ എന്നെ എന്ത് ചെയ്തു, ഇവനെ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ ആക്കിയിട്ട് വന്നു. ഓർ ദഫ്തർ ദേർ സെ ഗയെ, അതിനുശേഷം എന്താണ്, പോയപ്പോൾ ദേർ എന്ന് പറഞ്ഞ സമയം ഒരുപാടായി എന്നുള്ളതാണ്, താമസിച്ചു. ദഫ്തർ ഓഫീസിൽ പോകാനുള്ള സമയം താമസിച്ചു എന്നുള്ളതാണ്. शाम को काम से लौटने के बाद जब वे ट्रेन से उतरकर अपने स्टेशन के फाटक से निकले तो देखा बाहर सड़क पर हाची उनका इंतजार कर रहा था. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും, ഷാം കോ വൈകുന്നേരം എന്താണ്, തിരിച്ച് കാമെന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എന്താണ്, ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്റ്റേഷൻ്റെ ആ ഒരു ഫാട്ടക് എന്ന് പറഞ്ഞാൽ ആ ഗേറ്റൊക്കെ കടന്നു വരുമ്പോൾ ആരെ കാണാം, ബാഹർ, പുറത്തായിട്ട് ആരെ കാണാം, സടക്ക് എന്ന് പറഞ്ഞാൽ റോട്ടിൽ ഹാച്ചി അദ്ദേഹത്തെ എന്ത് ചെയ്യും, ഇന്തസാർ കർ രഹാ ഥേ, ഇന്തസാർ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കും ഇദ്ദേഹത്തെ ഈ ഹാച്ചി കാത്തിരിക്കുന്നതാണ് കാണുന്നത്. വഹ് ഉൻകെ സാത്ത് പൈദൽ ഗർ ലൗട്ടെ, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, ഇവൻ്റെ കൂടെ, ഈ ഒരു ഹാച്ചിയുടെ കൂടെ എന്ത് ചെയ്യും, നടന്ന് പൈതൽ എന്ന് പറഞ്ഞാൽ നടന്ന് വീട്ടിലെത്തും എന്നുള്ളതാണ്. ലൗട്ട എന്ന് പറഞ്ഞാൽ ഗർ ലൗട്ട, വീട്ടിലെത്തിച്ചേരും എന്നുള്ളതാണ്.
फिर तो यह रोज़ का सिलसिला ബൻ ഗയ. പിന്നെ ഇത് ഒരു എല്ലാ ദിവസവും, റോസ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവുമുള്ള ഒരു സിൽസില എന്ന് പറഞ്ഞാൽ ദിവസം, എല്ലാ ദിവസവും ക്രമത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിനെയാണ് സിൽസില എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇദ്ദേഹം വരുന്നു, ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നു, ഹാച്ചി പുറത്ത് ഇദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, അവർ ഒരുമിച്ച് വീട്ടിലേക്ക് പോകുന്നു ഉള്ള കാര്യം എല്ലാ ദിവസവും നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഹർ സുബഹ്, എല്ലാ രാവിലെയും ഹാച്ചി പ്രൊഫസർക്കോ ചോടനെ സ്റ്റേഷൻ തക്ക് ജാത്ത, എല്ലാ ദിവസവും പ്രൊഫസറിനെ വിടാൻ വേണ്ടി, ചോടനെ എന്ന് പറഞ്ഞാൽ വിടാൻ വേണ്ടി എവിടെ പോകും, സ്റ്റേഷനിൽ പോകും, സ്റ്റേഷൻ തക്ക് ജാത്ത. और शाम को उनके आने से पहले ही സ്റ്റേഷൻ के बाहर बैठकर उनका इंतजार करने लगता. അതുപോലെ തന്നെ പ്രൊഫസർ എന്താണ്, തിരിച്ച് വൈകുന്നേരം വരുന്ന സമയത്തിന് മുന്നേ ആയിട്ട് തന്നെ ഈ ഹാച്ചി എന്ത് ചെയ്യും, അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്ത് സ്റ്റേഷൻ്റെ പുറത്ത് കാണും എന്നുള്ളതാണ്. അപ്പോൾ ഹർ സുബഹ്, എല്ലാ ദിവസവും അദ്ദേഹത്തിനെ എന്താണ് ഓഫീസിലേക്ക് വിട്ടയക്കാൻ നേരത്തും അവിടെ പോയി സ്റ്റേഷനിൽ പോയി ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹം വരുന്നതിന് മുന്നേ, ഷാംകോ ഉൻകെ ആനേസെ പെഹലെ, അദ്ദേഹത്തിന് വരുന്നതിന് മുന്നേ തന്നെ സ്റ്റേഷൻക്ക് ബഹാർ, സ്റ്റേഷന് വെളിയിലായിട്ട് അവിടെ ഇരിക്കും. ബൈഠ്കർ ഉൻകാ ഇന്തസാർ, അദ്ദേഹത്തെ കാത്തിരിക്കും. ഇന്തസാർ കർനെ ലഗ്ത. ഫിർ സാത്ത് സാത്ത് ഗർ ആത്ത, അതിനുശേഷം സാത്ത് സാത്ത് ഒരുമിച്ച് എന്ത് ചെയ്യും, വീട്ടിൽ വരും എന്നുള്ളതാണ്. ഉജൽത്തെ ഫുൽക്കത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പട്ടി കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷം കാണുമ്പോൾ ചാടിത്തുള്ളി വരില്ലേ, അതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷത്തോടെ അവർ തിരിച്ച് വീട്ടിലെത്തും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു നല്ല ലെങ്ത് ആയിട്ടുള്ളൊരു കഥ ആയതുകൊണ്ട് 2 പാർട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.